നമസ്കാരം. ഞാൻ അടിയുറച്ചൊരു കത്തോലിക്ക വിശ്വാസിയാണ്. കൃത്യമായി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുക, കുദാശകൾ സ്വീകരിക്കുക, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യുക, വൈദിക നേതൃത്വത്തെ, സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്യാതെ അനുസരണയുള്ള ഒരു കുഞ്ഞാടായി തുടരുക എന്നതാണ് എൻ്റെ നിലപാട്. അതേസമയം എൻ്റെ വിശ്വാസവും എൻ്റെ മതവും മാത്രമാണ് ശരി എന്ന മൗലികവാദമോ പിടിവാശിയോ എനിക്കില്ല. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരവോടെ കാണാനോ എനിക്ക് ഒരു തരത്തിലും മടി തോന്നിയിട്ടില്ല. അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭാ നേതൃത്വത്തെ തിരുത്തേണ്ട ബാധ്യതയും എൻ്റേതാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ സഭ തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ സഭാ നേതൃത്വത്തിന് തന്നെ ശേഷിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ടും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയതുകൊണ്ട് മാത്രം എനിക്ക് സഭാ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടി വന്നു ഈ അടുത്ത കാലത്ത്. ഇതിനു മുൻപ് ഞാൻ സഭാ നേതൃത്വത്തെ വിമർശിച്ചിട്ടുള്ളത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ്റെ റേപ്പ് കേസിലോ അല്ലെങ്കിൽ റോബിൻ അച്ഛൻ്റെ മൈനർ കുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലോ ഒക്കെ മാത്രമാണ്. വൈദികരോ മെത്രാന്മാരോ ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് പറയുന്നത് അനുസരണക്കേടല്ല, അതെൻ്റെ ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് തൃശ്ശൂർ രൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെയും സഹായമെത്രൻ ടോണി നീലങ്കാവിനെയും ഒക്കെ വിമർശിക്കേണ്ടി വന്നത്. അതിന് കാരണം പാവപ്പെട്ട നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാൻ മടിക്കുകയും അവരെ ജിഹാദികളാക്കി വ്യാജ പ്രചരണം നടത്തുകയും പച്ചക്കള്ളങ്ങൾ അണികളെ കൊണ്ട് പറയിപ്പിച്ച് 5-ാം പ്രമാണത്തിൻ്റെ ലംഘനം നടത്തുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. മറ്റു വാർത്തകളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറച്ച് പ്രേക്ഷകർ മാത്രമുള്ള വിഷയമാണ് നേഴ്സുമാരുടേത്. എന്നിട്ടും ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് ആ സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. അതിൻ്റെ പേരിൽ എന്നെ സഭാവിരുദ്ധനാക്കി, ദൈവവിരുദ്ധനാക്കി, അഴിമതിക്കാരനാക്കി, ഫ്രോഡാക്കി ചിലർ ചിത്രീകരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ടെങ്കിലും ക്രൈസ്തവ ബോധ്യത്തിൽ അടിയുറച്ചുകൊണ്ട് എൻ്റെ പണി ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്നെ വേദനിപ്പിക്കുന്നത് പേരില്ലാത്ത ഫേക്ക് ഐഡികളിൽ വരുന്ന പച്ചത്തെറികളെക്കുറിച്ചും നുണക്കഥകളെക്കുറിച്ചുമല്ല, സഭാ നേതാക്കളും ഉറച്ച വിശ്വാസികളും നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തീവ്രമാക്കിയതോടെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, എന്നോട് വളരെ സൗഹൃദമുള്ള ഒരു മെത്രാൻ എനിക്ക് ദീർഘമായ ഒരു ശബ്ദ സന്ദേശം വിട്ടു. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് എൻ്റെ നിലപാട് തെറ്റിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ മെത്രാൻ ജൂബിലി മാനേജ്മെൻറ്റിനെയും മാർ ആൻഡ്രൂസ് താഴത്തിനെയും പിന്തുണയ്ക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന ദൈർഘ്യമേറിയ ഒരു ശബ്ദരേഖയായിരുന്നത്. ഇത് നമ്മൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ വ്യക്തിപരമായി നൽകുന്നതാണ്, പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടതുകൊണ്ട് ബിഷപ്പിൻ്റെ പേര് പറയുകയോ ശബ്ദം പുറത്തുവിടുകയോ ചെയ്യേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ ബിഷപ്പ് എന്നോട് പറഞ്ഞതും ചോദിച്ചതുമായ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എത്ര അബദ്ധജടിലമായാണ് കാര്യങ്ങളെ ഇവർ കാണുന്നതെന്നും എന്തൊരു നുണയാണ് ഇവരുടെ മേൽ തൃശ്ശൂർ ബിഷപ്പ് താഴത്തും നീലങ്കാവിനും അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നും വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പിൻ്റെ ശബ്ദരേഖ പുറത്തുവിടുന്നില്ലെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതിൻ്റെ ബാധ്യതയായതുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാനിത് അവതരിപ്പിക്കുന്നു. സ്വാഭാവികമായ ഒരു സമരമല്ലിത്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആശുപത്രികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് എന്നതാണ് ബിഷപ്പിൻ്റെ ആദ്യത്തെ ആരോപണം. എങ്ങനെയാണ് ഇങ്ങനൊരു നിഗമനത്തിൽ ഈ ബിഷപ്പ് എത്തിപ്പെട്ടതെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഏതാണ്ട് 490 ആശുപത്രികളിലാണ് UNA ഉള്ളത്. UNA ഉള്ള ആശുപത്രികളിൽ മാത്രമേ UNAക്ക് സമരം നടത്താൻ കഴിയൂ. അവിടെയെല്ലാം സമരം പ്രഖ്യാപിക്കുന്നു. മഹാഭൂരിപക്ഷം ആശുപത്രികളും, ഏതാണ്ട് 300-ലധികം ആശുപത്രികൾ സമരത്തിന് മുൻപ് തന്നെ ഒത്തുതീർപ്പിലെത്തുന്നു. ആ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ശമ്പള വർധനവ് നടപ്പിലാക്കുന്നു. അങ്ങനെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. ബാക്കി ആശുപത്രികൾ എല്ലാം തന്നെ ആഴ്ചകൾ കൊണ്ട് ചർച്ചകൾ നടത്തി ശമ്പള പാക്കേജ് പ്രഖ്യാപിക്കുന്നു. കോർപ്പറേറ്റ് ആശുപത്രികളായ ആസ്റ്ററും ബേബി മെമ്മോറിയലും തൃശ്ശൂരിലെ അമലയും ജൂബിലിയും മാത്രം സമരത്തോട് മുഖം തിരിഞ്ഞു നിന്നു. ബാക്കി എല്ലായിടത്തും ശമ്പള വർധനയോടെ സമരം നിർത്തിയിട്ടും ഈ ആശുപത്രികളിൽ മാത്രം സമരം തുടർന്നു. 1 മാസം തികയുന്നതിന് മുൻപ് ആസ്റ്ററും ബേബി മെമ്മോറിയലും ചർച്ചകൾക്കും സമവായത്തിനും തയ്യാറാവുകയും ശമ്പള വർധനവ് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ അവശേഷിച്ചത് അമലയും ജൂബിലിയും മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ മാത്രം സമരം തുടരുന്നത്. മറ്റുള്ളിടത്തൊന്നും സമരമില്ലാതെ ജൂബിലിയിലും അമലയിലും മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. സമരം വഴിതെറ്റിപ്പോകുന്നു, സഭാ നേതൃത്വത്തെയും ബിഷപ്പിനെയും താറടിക്കുന്നു. ഇത് കൃത്യമായി ടാർഗറ്റാണ് എന്നാണ് ബിഷപ്പിൻ്റെ രണ്ടാമത്തെ ആരോപണം. അതിൽ വലിയ പിശകുണ്ട്. UNAയോ UNA നേതാക്കളോ ഇന്നേ വരെ സഭാ നേതൃത്വത്തെയോ ബിഷപ്പിനെയോ താറടിച്ചിട്ടില്ല. സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചതും മെത്രാൻ്റെ സഹോദരൻ 5 ലക്ഷത്തോളം രൂപ ശമ്പളത്തിൽ ആശുപത്രിയിൽ CEO ആയി പണിയെടുത്ത് നേഴ്സുമാരെ പറ്റിക്കുന്നെന്ന് പറഞ്ഞതും
മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ പിടിവാശിക്കെതിരെ ശബ്ദമുയർത്തിയതും ഞാനാണ്. ഞാനും UN-യും തമ്മിലുള്ളത് ഒരു അനൗപചാരിക ബന്ധം മാത്രമാണ്. ചിലർ പറയുന്നു ഞാൻ അവരുടെ രക്ഷാധികാരിയാണെന്ന്. എന്നാൽ ഔദ്യോഗികമായി അങ്ങനൊരു പദവിയിൽ എന്നെ നിയോഗിച്ചിട്ടില്ല. UN-യുടെ ഭരണഘടനയിൽ അങ്ങനൊരു പദവിയുമില്ല. എന്നാൽ ആരും രക്ഷിക്കാനില്ലാതെ എല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ചവരെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ 2019 മുതൽ അവരുടെ രക്ഷാധികാരിയെപ്പോലെ ഞാൻ പ്രവർത്തിക്കുന്നു. അതിന് പ്രതിഫലം വാങ്ങുന്നില്ല. അങ്ങനെ ആ പദവിയിൽ എന്നെ ഇരുത്തിയെന്ന് UN ഭരണഘടനയിലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. UN-യുടെ രക്ഷാധികാരിയാണ്, അതുകൊണ്ട് അഭിപ്രായം പറയുന്നതിന് ശ്രദ്ധ വേണമെന്ന് UN എന്നോട് പറഞ്ഞാൽ ആ പദവിയിൽ നിന്ന് എന്നെ അങ്ങ് മാറ്റിയേക്കൂ എന്ന് ഞാൻ പറയൂ. അതുകൊണ്ട് തന്നെ പറയട്ടെ, UN-യോ നേതാക്കളോ ഇന്നേ വരെ മെത്രാനെതിരെയോ സഭയ്ക്കെതിരെയോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് ഞാനാണ്. ഞാൻ സഭാവിരുദ്ധനായതുകൊണ്ട് പറഞ്ഞതല്ല. 100 ദിവസം വരെ അത്തരം കടന്ന കൈ ചെയ്യാതെ മര്യാദയ്ക്ക് സമരം നയിക്കാൻ ശ്രമിച്ചിട്ടും വഴങ്ങാതെ വന്നപ്പോൾ, ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ മെത്രാനെ സമ്മർദ്ദത്തിലാഴ്ത്തുക മാത്രമേ വഴിയുള്ളൂ എന്ന് കണ്ടെത്തി മെത്രാന് നേരെ ടാർഗറ്റ് ചെയ്ത് തന്നെ ആക്രമിച്ചതാണ്. അതുകൊണ്ടാണ് സമരം തീരാത്തത് എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഈ 100 ദിവസം വരെ ഇത്തരം ആരോപണങ്ങൾ സഭാ നേതൃത്വത്തിന് നേരെ ഉണ്ടായിരുന്നില്ല. 100 ദിവസമായിട്ടും ചർച്ച പോലും നടക്കാതെ വന്നപ്പോഴാണ് സഭാ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ഞാൻ ഒരുങ്ങിയത്. അതിന് UN-യെ കുറ്റം പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ 100 ദിവസം എവിടെയായിരുന്നു സഭാ നേതൃത്വം? അതുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ്, താറടിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത് അനുചിതമാണ്. ഇതൊക്കെ ആരംഭിച്ചത് ഈ 100 ദിവസം സമരം പിന്നിട്ട ശേഷം മാത്രമാണ്. അതായത് കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം. ഏറ്റവും കൂടുതൽ സാലറി നൽകുന്ന ആശുപത്രിയാണ് ജൂബിലിയും അമലയും. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ സമരം എന്ന നിഷ്കളങ്കമായൊരു ചോദ്യമാണ് ഈ മെത്രാനും എന്നോട് ചോദിച്ചത്. ഇതേ നിഷ്കളങ്കമായ ചോദ്യം മാനേജ്മെൻറ്റ് എല്ലായിടത്തും ആവർത്തിക്കുന്നു. മാനേജ്മെൻറ്റിന് വേണ്ടി മുഖമില്ലാതെ ഇറങ്ങുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം തന്നെ ഇതിൽ 2 നുണകളുണ്ട്. ഒന്ന്, ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് മൈത്ര ആശുപത്രിയാണ്. അവിടെ മിനിമം ശമ്പളം 37,000 1,10,000 രൂപ വരെ അവിടെ ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്നാൽ ജൂബിലിയിൽ പരമാവധി നേഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളം 45,000. അതിൽ കൂടുതൽ ആർക്കും കൊടുക്കുന്നില്ല, 25 വർഷം പരിചയമുള്ള നേഴ്സുമാർക്ക്. എന്നാൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ 32,000-നും 70,000-നും ഇടയിൽ ശമ്പളം കൊടുക്കുന്നു. രാജഗിരി, ബേബി മെമ്മോറിയൽ, ആസ്റ്റർ, പരിമല ഹോസ്പിറ്റൽ, ബിലീവേഴ്സ് തുടങ്ങിയ ഹോസ്പിറ്റലിലെല്ലാം നല്ല ശമ്പളമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ജൂബിലി കൊടുക്കുന്നതിന് കൂടിയ ശമ്പളം ഇവരെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി 8,000 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് ആശുപത്രികളെ പല ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. 100 ബെഡിൽ താഴെ 101 മുതൽ 300 വരെയുള്ള ബെഡ്, 301 മുതൽ 500 വരെ ബെഡ്, 501 മുതൽ 700 വരെ ബെഡ്, 701 മുതൽ 800 വരെ ബെഡ്, 800-ലധികം ബെഡുകൾ. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ മിനിമം വേജ് 100 കിടക്കയിൽ താഴെയുള്ള ആശുപത്രികൾക്കാണ്. മുകളിലേക്ക് ചെല്ലുന്തോറും മിനിമം വേജ് കൂടി വരും. അതായത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് 800 ബെഡിലധികമുള്ള ആശുപത്രികളാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 800 ബെഡിലധികമുള്ള ഒരേ ഒരു ആശുപത്രി ജൂബിലി മാത്രമാണ്. അതുകൊണ്ട് മറ്റെല്ലാ ആശുപത്രികളെക്കാളും ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടത് ജൂബിലിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഈ മാർച്ച് മാസം സമരം പ്രഖ്യാപിക്കുന്നത് വരെ ജൂബിലി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്തിരുന്നത്. അങ്ങനെയാണ് അവർ കൊടുക്കേണ്ടതും. അങ്ങനെ കൊടുക്കാൻ അവർ നിയമപരമായി ബാധ്യസ്ഥരാണ്. എന്നാൽ മറ്റ് ആശുപത്രികൾ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ജൂബിലിയേക്കാൾ കൂടുതലായി. ജൂബിലി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ ജൂബിലിക്കായിരിക്കും മിനിമം വേജ് കൂടുതൽ. ഇത് നിയമപരമായ ബാധ്യതയാണ്. ആ നിയമപരമായ ബാധ്യതയെ മഹത്തായ കാര്യമായി പറയാൻ പാടില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട് മറ്റുള്ളിടത്ത് എന്തുകൊണ്ട് സമരമില്ല എന്ന്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു മറ്റുള്ളവിടത്ത് എന്തുകൊണ്ട് സമരമില്ല എന്ന്. അദ്ദേഹം സമരം നടന്നതും സമരം ഒത്തുതീർപ്പായതും അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് എറണാകുളം രൂപതയ്ക്ക് 2 പള്ളികളാണുള്ളത്. എറണാകുളത്തെ ലിസിയും അങ്കമാലി ലിറ്റിൽ ഫ്ലവറും. ലിസിയിൽ കുറഞ്ഞ ശമ്പളമായിട്ടും എന്തുകൊണ്ടാണ് സമരമില്ലാത്തത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതെന്നെ അത്ഭുതപ്പെടുത്തി. എറണാകുളം രൂപതയുടെ കീഴിലുള്ള ഒരു ആശുപത്രിയിൽ സമരമില്ലാത്തതിനെ എങ്ങനെയാണ് സഭാവിരുദ്ധമായി കാണുന്നത് എന്ന് എനിക്ക് അതിശയമായി തോന്നി. എന്നാൽ അതിന് അദ്ദേഹം പറയുന്ന കാര്യം അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലെ ഡയറക്ടർ അച്ഛൻ ജേക്കബ് പാലക്കാപ്പള്ളി അച്ഛനാണത്രേ. ഈ ജേക്കബ് പാലക്കാപ്പള്ളി അച്ഛൻ ഷൈജു ആൻ്റണി എന്ന അവിടുത്തെ വിമത നേതാവിൻ്റെ ശത്രുവാണെന്നും അതേസമയം ലിസിയുടെ സ്ഥിതി അങ്ങനെയല്ല, അതുകൊണ്ട് ലിസിയിൽ സമരം നടത്തിയില്ല, ഇവിടെ സമരം നടത്തിയെന്നുമാണ്. ഇത് വ്യാജമാണ്. എവിടെ സമരം നടത്തിയെന്നുമാണ്. അദ്ദേഹം പറയുന്നു ഷൈജു ആൻ്റണി എന്ന വിമതനാണ് UN-A സമരത്തെ പിന്തുണയ്ക്കുന്നത്, മുമ്പിൽ നിൽക്കുന്നത്. വ്യാജമാണ്. ഷൈജു ആൻ്റണിക്ക് UN-A സമരവുമായി ഒരു ബന്ധവുമില്ല. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സമരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മധ്യസ്ഥത വഹിക്കാൻ ഷൈജു ആൻ്റണി രംഗത്ത് വന്നു.
ഷൈജു ആൻ്റണി എറണാകുളം രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ആ മധ്യസ്ഥം സ്വീകരിച്ചു. ഷൈജു ആൻ്റണി അവിടുത്തെ ശമ്പളം വർദ്ധിപ്പിച്ചു തന്നു. അല്ലാതെ തൃശ്ശൂരിലെ സമരത്തിലേക്ക് ഷൈജു ആൻ്റണി എത്തിയിട്ടില്ല. എറണാകുളത്തെ വിമതർ തൃശ്ശൂരിൽ സമര നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നത് വ്യാജമാണ്. ഒരിക്കൽ പോലും ഷൈജു ആൻ്റണി തൃശ്ശൂർ സമരത്തിൽ എത്തിയിട്ടില്ല, തൃശ്ശൂർ സമരത്തിൻ്റെ ഭാഗമായിട്ടില്ല. എറണാകുളത്ത് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി കൂടിയായ ഷൈജു ആൻ്റണിയെ തള്ളിക്കളയേണ്ട ആവശ്യം UNAക്കില്ല. മാത്രമല്ല സഭാതർക്കത്തെക്കുറിച്ച് UNAക്ക് ഒരു ധാരണയുമില്ല. ഈ സഭാതർക്കത്തിൽ എറണാകുളം രൂപതയുടെ നിലപാടല്ല എൻ്റെ നിലപാട് പോലും എന്നിവർ മറന്നുപോകുന്നു. പിന്നെ മെത്രാൻ എന്നോട് ചോദിച്ചു, ഒരു അജി അച്ഛൻ അവിടെ വന്ന് സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചു. അജി അച്ഛൻ പുറത്താക്കപ്പെട്ടയാളാണ്, അതുകൊണ്ട് സഭാവിരുദ്ധരുടെ കൂട്ടായ്മയാണെന്ന്. അതിൽ കുറച്ച് ശരിയുണ്ട്. ജൂബിലിയുടെ മുമ്പിൽ നടന്ന സമരത്തിൽ സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫാദർ അജി അവിടെ എത്തിയിരുന്നു. ആ അജി സഭാവിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കപ്പെട്ട ആളാണ്. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, UNAയുടെ സമരപന്തലിലേക്ക് വരുന്ന ആർക്കും അവിടെ പ്രസംഗിക്കാം, പിന്തുണ കൊടുക്കാം എന്നതാണ്. അവരാരാണെന്ന് പോലും അന്വേഷിക്കാറില്ല. അതിനപ്പുറത്തേക്ക് ഒരു അഫിലിയേഷനും അജി അച്ഛനോട് അവർക്കില്ല. വിമത വൈദികരെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ മെത്രാൻ്റെ ചെവിയിൽ ആരോ നുണ പറയുന്നതാണ്. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞ സഭാ സമൂഹമാണ് നഴ്സിംഗ് പ്രൊഫഷന് മാന്യത കൊടുത്തത്. നിരവധി ആശുപത്രികൾ കൊടുത്ത് സർക്കാരിന് പോലും സാധിച്ചില്ല. സത്യമാണ്. ഇവിടുത്തെ കത്തോലിക്ക സഭയാണ് നഴ്സിംഗ് അന്തസ്സുള്ള ഒരു പ്രൊഫഷനാക്കി മാറ്റിയത്. സഭയുടെ സേവനം ലാഭത്തിനപ്പുറത്തേക്ക് നിർണായകമാണ്. ജൂബിലിയും അമലയും ഒക്കെ അതിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ആശുപത്രികൾ വലവിരിക്കുമ്പോൾ ജൂബിലിയും അമലയും ഒക്കെ നിൽക്കേണ്ടതുണ്ട്. എന്നാലും ഇവരാരും സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന ആശുപത്രികളല്ല, ന്യായമായി ഫീസ് ഈടാക്കുന്ന ആശുപത്രികൾ തന്നെയാണ്. നേഴ്സുമാർ അവരുടെ അവിഭാജ്യ ഘടകമാണ്. അവർക്ക് ശമ്പളം കൊടുക്കണം. അരമനയിലേക്ക് എന്തിനാണ് അവർ മാർച്ച് ചെയ്തത് എന്നാണ് അടുത്ത ചോദ്യം. അത് സഭാവിരുദ്ധമായതുകൊണ്ടല്ല. ജൂബിലി ആശുപത്രിയുടെ ചെയർമാൻ എന്ന നിലയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഏറെ പ്രതീക്ഷയുടെ നേഴ്സുമാരും അവരുടെ വിശ്വാസികളായ മാതാപിതാക്കളും കാത്തു നിൽക്കുന്നു. പക്ഷേ ചർച്ചയിൽ പരിഹസിച്ചു വിട്ടു. ആ അപമാനഭാരത്താൽ സ്വാഭാവികമായി അങ്ങോട്ട് പോയതായിരുന്നു ആ ജാഥ. ജൂബിലിയുടെ ചെയർമാൻ്റെ വസതിയിലേക്കുള്ള മാർച്ചായിരുന്നു, അല്ലാതെ രൂപതാധ്യക്ഷൻ്റെ വസതിയിലേക്കുള്ള മാർച്ചായിരുന്നില്ല. അമലയിലെ സമരം ഒത്തുതീർത്തതിന് പിന്നീട് പ്രചരിപ്പിക്കുന്ന നുണകളും ഈ മെത്രാൻ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമല ശമ്പള വർധനവ് സമ്മതിച്ചു, ഏപ്രിൽ മുതൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും സമരത്തിനിറങ്ങിയത് എന്തിനെ എന്നാണ് ചോദ്യം. പിതാവിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഫെബ്രുവരിയിൽ ശമ്പള വർധനവ് പറയുകയും അത് ഏപ്രിൽ മുതൽ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സമരം ചെയ്യുന്നത്? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സമരത്തിനിറങ്ങിയത്. ചർച്ചയ്ക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് സമരത്തിനിറങ്ങിയത്. ശമ്പള വർധനവ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞത് സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് മാത്രമാണ്. അല്ലെങ്കിൽ പിതാവെ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശമ്പളം വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കിയതിൻ്റെ കോപ്പി കാണിക്കൂ. നേഴ്സുമാരെ വിളിച്ച് ചർച്ച നടത്തിയതിൻ്റെ മിനിറ്റ്സ് കാണിക്കൂ. ഇതൊന്നും ചെയ്തിട്ടില്ല. ശമ്പളം വർദ്ധിപ്പിക്കില്ലാതെ വാശിയിലായിരുന്നു. ഒടുവിൽ സമരം നടന്നപ്പോൾ നിലവിലുള്ളവരെ പിടിച്ചു നിർത്താൻ സംഘടനയെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തതാണ്. ആ ശമ്പള വർധനവ് പുതിയ നേഴ്സുമാർക്കും നടപ്പിലാക്കാം എന്ന് സമ്മതിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തുതീർപ്പുണ്ടായതും സമരം തീർന്നതും. പിന്നെ പിതാവ് പറയും, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ചില പ്രത്യേകതരം മതവിഭാഗത്തിൽപ്പെട്ടവർ CPMകാർ ഒക്കെ ഈ കെണി ഒരുക്കുമ്പോൾ നമ്മൾ അതിന് നിന്നുകൊടുക്കണമെന്നാണ്. പിതാവെ, അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ആവശ്യവുമാണ്. എന്നാൽ നേഴ്സുമാർക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കുക. അവർ അത് ചോദിക്കുമ്പോൾ അവരെ ജിഹാദികളാണ് എന്ന് പറയുന്നത് കൊണ്ട് ആരും വിജയിക്കാൻ പോകുന്നില്ല. ജിഹാദികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും ജിഹാദികളുടെ ഏറ്റവും വലിയ ശത്രുവായി തുടരുകയും ചെയ്യുന്ന എന്നെ കുറച്ചു കൂട്ടർ ജിഹാദിയാക്കിയാൽ, ജിഹാദി പണം കൈപ്പറ്റുന്നവരാക്കി മാറ്റിയാൽ നിങ്ങൾ ഉയർത്തുന്ന ജിഹാദി എന്ന മുദ്രാവാക്യം പോലും ചീറ്റിപ്പോകുമെന്ന് തിരിച്ചറിയുക. പ്രതിരോധമല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നാണ് മെത്രാൻ അവസാനമായി എന്നോട് പറഞ്ഞത്. പിതാവെ, ഈ പ്രതിരോധം നിങ്ങളെ വിശ്വസിക്കുന്ന ചില അടിമകൾ മാത്രം നിങ്ങളോടൊപ്പം നിൽക്കുന്നത് മാത്രമാണ്. മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ നിങ്ങൾക്കെതിരാണ്. ഷെക്കിന TVയിലും ഗുഡ്നസ് TVയിലും ദീപികയിലുമൊക്കെ വരുന്ന കമൻറ്റുകൾ നോക്കുക. എൻ്റെയും ജാസ്മിൻ ഷായുടെയും UNAയുടെയും പോസ്റ്റിനടിയിൽ വരുന്ന കമൻറ്റുകൾ ആനന്ദിക്കരുത്. അതൊക്കെ കൂലിക്ക് നിങ്ങൾ നിർത്തിയിരിക്കുന്ന ആളുകളുടെ ആവേശം തുള്ളലാണ്. എന്നാൽ സാധാരണ മനുഷ്യർ, സാധാരണ വിശ്വാസികൾ സഭയ്ക്കെതിരാണ്, ആശുപത്രി മാനേജ്മെൻറ്റിനെതിരാണ്. നിങ്ങളുടെ ഈ നിയമവിരുദ്ധമായ പിടിവാശി സഭയുടെ അന്തസ്സില്ലാതാക്കും, വിശ്വാസ സമൂഹത്തിന് ക്ഷതമേൽപ്പിക്കും, വിശ്വാസികൾ സഭയെ വിട്ടുപോകാൻ കാരണമാകും. നേഴ്സുമാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുക. അവർക്കെതിരെ നിങ്ങൾ നുണക്കഥകൾ പറയുമ്പോൾ അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിൽ മതം കലർത്തുമ്പോൾ, നിങ്ങൾ ഇതിൻ്റെ പേരിൽ തെരുവിലിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടമുണ്ടാകുന്നത് സഭയ്ക്കും വിശ്വാസികൾക്കുമാണ്.
വിശ്വാസ സമൂഹം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ സഭാ നേതൃത്വത്തിന് വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയേണ്ടി വരും. കുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ മാർപ്പാപ്പമാർ എത്രയോ തവണ നിലത്ത് കമിഴ്ന്ന് കിടന്ന് വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തനി ആവർത്തനത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത്. പിടിവാശി അവസാനിപ്പിക്കുക. മാലാഖമാർക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കുക. അവർ കൂടി നിങ്ങളോടൊപ്പം ചേർന്ന് ഈ ആശുപത്രിയെ സമൃദ്ധിയിലേക്ക് നയിക്കട്ടെ.